ഹലോ എവരിവൺ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അഫിനിറ്റി പറഞ്ഞ ഡ്രാമയുടെ 5ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, സോ നിങ്ങളൊന്ന് ക്ഷമിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത്, കഴിഞ്ഞ എപ്പിസോഡിൽ ലാസ്റ്റായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് എല്ലാ സത്യം വൂവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ ആ ഒരു സീന് കുറച്ച് കാണിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൻ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ലൈഫ് ഒരിക്കലും നോർമൽ ആയിരുന്നില്ല. അവൻ്റെ ഭൂതകാലത്തെക്കുറിച്ചാണ് കേട്ടോ പറയുന്നുണ്ടായിരുന്നത്. ഇവനൊരു സാധാരണ മനുഷ്യനെ പോലെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനോ ചിരിക്കാനോ സങ്കടപ്പെടാനോ ഒന്നും കഴിഞ്ഞിരുന്നില്ല. കാരണം അവന് അത് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് പോലും ഉണ്ടായിരുന്നില്ല. മറ്റുള്ളവർ സന്തോഷിച്ച് നിൽക്കുമ്പോഴും അതിൻ്റെ ഇടയിൽ ഇവൻ മാറി നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവന് എന്തൊരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ പോലും ഇവന് ഒരു ബലത്തോടു കൂടി വേറൊരു പ്രേരണയോട് കൂടിയിട്ടാണ് ചെയ്യൽ. ഇവനൊരു ചിരിക്കാനോ കരയാനോ ഒന്നും നോർമൽ സാധിക്കില്ല. പക്ഷെ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവന് ഇങ്ങനെ അഭിനയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയായിരുന്നു. ഓരോരുത്തരെ സഹായിക്കാനോ ഒന്നും ഇവന് താല്പര്യം ഉണ്ടായിരുന്നില്ല. താല്പര്യം ഇല്ലായിട്ടല്ല, അവൻ അങ്ങനത്തെ ഒരു അവൻ അങ്ങനെ ചെയ്യാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവനാണെങ്കിലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരെ സഹായിക്കൽ ആ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവരുടെ ഭൂതകാലം പറയുന്നത് ഇവൻ അഭിനയിച്ച് നടക്കലായിരുന്നു. പിന്നീട് അവന് മനസ്സിലായി ഇതൊന്നും അവന് പറ്റിയ പണിയില്ല. ഇവൻ പക്ക ഒരു ഇൻട്രോവേർട്ടിനെ പോലെ ഒതുങ്ങി മാറുന്ന ഒരു ജീവിതമാണ് അവൻ്റേതെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അങ്ങനെയാണ് ഇവൻ്റെ ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഗു കാണാൻ ഇടയാക്കിയ സാഹചര്യം ഉണ്ടല്ലോ. സോ അവരുടെ മാതാപിതാക്കളെ ഇവൻ കൊന്നു എന്നുള്ള രീതിയിലാണല്ലോ പറഞ്ഞത്. സോ ആ ഒരു സന്ദർഭത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ആ ഒരു സന്ദർഭത്തിലാണെന്ന് ഞാൻ നിന്നെ കണ്ടിട്ടുണ്ടായിരുന്നത്. കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നീ എത്രമാത്രം എൻ്റെ ജീവിതത്തിൻ്റെ പാർട്ടാണ്. എനിക്ക് സാധാരണ ഒരാളോട് ഇല്ലാത്തൊരു വികാരോ കാര്യങ്ങളും നിന്നോട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് നിന്നോട് ഭ്രാന്തമായിട്ടുള്ളൊരു ഇഷ്ടം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടോന്ന് അറിയില്ല, നീ ഒരു സമയം എന്നെ കണ്ട് പേടിച്ചെങ്കിൽ കൂടെ നീ എൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്നോട് ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ നിന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്, നിൻ്റെ പാർട്ട്ണർ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിന്നെക്കുറിച്ചിട്ട് ഇങ്ങനെ ട്രൈ ആക്കുന്നുണ്ടായിരുന്നു. അറിയാൻ വേണ്ടിയിട്ടും ശ്രമിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ വേണ്ടിയിട്ട്. പക്ഷേ നീ അറിയാതെയായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. നീ പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് പഠിച്ചിട്ടും അങ്ങനെ എനിക്ക് ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാവാഞ്ഞിട്ട് കൂടെ ഞാൻ അവിടെയും പൊരുതിയിട്ട് നിനക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവന് ഈ ഒരു വർക്ക് പ്ലേസിൽ തന്നെ ചെറിയൊരു പ്രശ്നമോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഗ്യാങ് മെയിൽസ് തന്നെ ഇവനെ ഉപദ്രവിക്കാൻ നോക്കുമ്പോൾ അവരെ ഉപദ്രവിച്ചിട്ട് അവിടെ നിന്നിട്ട് എന്തോ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നമ്മൾ കാണുന്ന സീനെ വെച്ച് കഴിഞ്ഞാൽ ഇവളാണെങ്കിൽ ഫോൺ ചെയ്ത് ഇങ്ങനെ മഴയത്ത് വരുന്ന സീനായിരുന്നു. അപ്പോൾ ഇവനും തിരിച്ചിങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഇവളെ ശ്രദ്ധിക്കുന്നുണ്ട്, ഇവനെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഇവനാണ് ആ ഒരു മറ്റേ പേഴ്സൺ എന്നുള്ള കാര്യം, കൊലപാതകി എന്നുള്ള കാര്യം ഇവൾക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവനിങ്ങനെ പോകുന്ന സമയത്ത് അവൻ്റെ ഒരു ബാക്ക് പോർഷൻ സൈഡ് പോർഷൻ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഭയങ്കര ഹൈറ്റായിട്ട് ഭയങ്കര ഹാൻസം ആയിട്ടുള്ളൊരു ആളാണല്ലോ. അപ്പോൾ ഇവളൊന്ന് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നോർമലി അങ്ങനെ തന്നെയാണല്ലോ. സോ അതുകൊണ്ട് തന്നെ ഇവളിങ്ങനെ കുറച്ച് നേരം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നോക്കി ഇങ്ങനെ നടന്നു വരുന്ന സമയത്താണെങ്കിൽ ഇവളുടെ ബ്രദറിനെ തട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവൾ ബ്രദർ എന്ത് നോക്കി നടക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ സംസാരിക്കുന്നുണ്ട്. സോ അപ്പോൾ ഇവൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവളുടെ കൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് ബ്രദറിനോട് പറയുന്നുണ്ടായിരുന്നത്. എൻ്റെ പാർട്ട്ണർ പറയുമ്പോൾ നല്ല ഹൈറ്റുള്ള ഒരു പാർട്ട്ണർ ആവണം. ആ രീതിയിലുള്ള ടോക്കും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു. നല്ല ഹൈറ്റുള്ള പാർട്ട്ണർ ആവണം, ഹാൻസം ആവണം, അതുപോലെ തന്നെ ജീനിയസ് ആവണം, എൻ്റെ പോലെ ബ്യൂട്ടിഫുൾ ആവണം. ആ രീതിയിലുള്ള കുറച്ച് ഒബ്സസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അവരുടെ ഉള്ളിലുള്ള ഓരോ കൺസെപ്റ്റിനെ കുറിച്ചിട്ട് ഇവൾ പറയുന്നുണ്ടായിരുന്നു ബ്രദറിനോട്. ഇവൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും അവിടെ നിന്ന് തിരിച്ച് പോകുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയമാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ഗു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഗു ആണെങ്കിൽ ഇവളുടെ ആ ഒരു കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഇവന് മനസ്സിലായിട്ടുണ്ടല്ലോ. ഒന്നാമത് ഇവളോട് ഭയങ്കര ഇഷ്ടവും കാര്യങ്ങളും. നോർമലി എങ്ങനെയാണ് നമുക്കൊരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്താണോ ഇഷ്ടം അതുപോലെ നമ്മൾ ആവാൻ ഒരുപാട് ആൾക്കാർ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കലുണ്ട്. അതുപോലെ തന്നെ ഇവൻ്റെ ജീവിത ലൈഫിലും ഇവൾക്ക് ഭയങ്കര ജീനിയസ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറെയാണ് വേണമെന്നുള്ളതുകൊണ്ട് തന്നെ ഇവനെല്ലാ കാര്യങ്ങളും ഇവൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ഒബ്സസ് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ള മനസ്സിലാക്കി എടുക്കുന്നുണ്ടായിരുന്നു. അതിനെ തുടർന്നിട്ട് തന്നെ കൂടുതലായിട്ട് പഠിക്കാനും ജീനിയസ് ആവാൻ വേണ്ടിയിട്ട് മാക്സിമം ബുക്സും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തിട്ട് ആ രീതിയിൽ തന്നെ ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സമയത്താണെങ്കിൽ അവിടുത്തെ മെയിനായിട്ടുള്ള ആ ഒരു ബോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബോസ് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ റെഫർ ചെയ്തിട്ട്. അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഇവളെ ഇമ്പ്രസ് ചെയ്യണം. സോ ഇവളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവളെ പാർട്ട്ണർ ആവാൻ വേണ്ടിയിട്ട് ഇവളെല്ലാ ക്വാളിറ്റിയും കിട്ടണം എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ റെസ്യൂമിങ് കാര്യങ്ങളൊക്കെ വരെ ഓഫീസിലേക്ക് വന്ന ഈ ഒരു വർക്ക് പ്ലേസിലേക്ക് വന്ന റെസ്യൂമിങ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴായിരുന്നു അവരുടെ റെസ്യൂമെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. കാരണം ഇവൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഇത്രയും കാലം ഇത്രയും എഫേർട്ട് എടുത്തിട്ടും ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവൾക്ക് ഇഷ്ടപ്പെട്ട പോലെ അവൻ മാറിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവൾ ഇങ്ങോട്ടേക്ക് എത്തിയതും അതുപോലെ തന്നെ ഇവളുടെ ഓരോ കുസൃതികളും കാര്യങ്ങളും മറ്റവനാണോ കൊലപാതകയാണോ എന്നറിയാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ കഴുത്തിലെ പാടൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവനിങ്ങനെ അവൻ്റെ അടുത്തേക്ക് വരുമ്പോഴൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യായിരുന്നു. കാരണം ഇവളെ ഭയങ്കര
നല്ല രീതിയിൽ നഷ്ടമാണല്ലോ, തനിക്ക് ഒരു വികാരങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവളെ കണ്ട സമയത്ത് ഇവളോടൊരു ഇഷ്ടം പൂവിടുകയും ആ രീതിയിലുള്ള ടോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇവളിങ്ങനെ എടുത്തേക്ക് കെട്ടിപ്പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ഇവൾക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് നല്ല രീതിയിലുള്ള എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു നിസ്സഹായാവസ്ഥയാണ്. കാരണം ഇവൾ ഭയങ്കര പേടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു കൊലപാതകയാണല്ലോ, ഇത്രയും കാലം താൻ വിശ്വസിച്ചത് ഈ ഒരു ഡോക്ടർ ഇവിടെ എത്തിയിട്ടുള്ള ഈ ഒരു പേഴ്സണെയാണല്ലോ. പക്ഷെ ഞാൻ വിചാരിച്ച പോലെയല്ല, ഇവൻ ആ കൊലപാതകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇവൾ ഭയങ്കരമായിട്ട് എന്തോ അത്ഭുതപ്പെട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല പേടിയും കാര്യങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയത്താണെങ്കിൽ ഇവന് ആ ഒരു FNT-B ബാധിച്ചിട്ടുണ്ടല്ലോ. സോ അതുകൊണ്ട് തന്നെ ഇവന് ആ ഒരു രോഗം ഇങ്ങനെ ശരീരത്തിലേക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ സിംറ്റംസും കാര്യങ്ങളൊക്കെ കാണിക്കും. പക്ഷെ ഇവളുടെ അഭാവം ഉണ്ടാകുമ്പോൾ അതിന് റിഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ കൂടി അത് കൂടി വരുന്ന സമയത്ത് ഇവൾ അവനെ അവിടെ ഇട്ടിട്ട് ഓടിപ്പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവൻ്റെ ആ ഒരു നിസ്സഹാവസ്ഥ കണ്ടിട്ട് വേണം ഇവൾ അവിടുന്ന് ഇൻഹിബിറ്റർ എടുത്തിട്ട് അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ലൈക്ക് അത് ഇഞ്ചെക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് അവൻ. അപ്പോൾ ഇവൾക്ക് ഭയങ്കര പേടിയും കാര്യങ്ങളും. അപ്പോൾ ഇവളുടെ കൈ വെച്ചിട്ട് തന്നെ ഇവരവിടെ അവൻ്റെ കഴുത്തിൻ്റെ ആ ഒരു പോർഷനിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും ഇവനെ നോക്കിയാവുന്നുണ്ടെങ്കിൽ കൂടെ ഇവളെ ഹഗ് ചെയ്തിട്ട് നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല, നീ എനിക്ക് എപ്പോഴും ഒരു ആശ്വാസമാണ്, എനിക്ക് ഈ ഒരു ഇത് വന്നു കഴിഞ്ഞാലും നീ എനിക്കൊരു ആശ്വാസം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇവൾക്കത് ഒരു ചെറിയ രീതിയിലുള്ളൊരു ടോക്സിസിറ്റി അവിടെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ റെൻ ബാധിച്ചിട്ട് ആൾക്കാർ ആ ഒരു ലിഫ്റ്റിൽ കുടുങ്ങിയതായിരുന്നു നമ്മൾ കഴിഞ്ഞ സീനിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അവരവിടെ നിന്ന് രക്ഷപ്പെടുമെന്നുള്ള ഒരു ടെൻഷനോട് കൂടി നമ്മുടെ ബോസ് ഇങ്ങനെ സ്റ്റെയർ കയറി ഭയങ്കര വൈകാരികമായിട്ട് വരുന്നൊരു സീനാണ്. എന്നിട്ട് അവിടെ ബാക്കിയുള്ളവരെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള കുട്ടികളുടെ അടുത്തേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോ റൂമിലേക്ക് കയറുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയമാണെങ്കിൽ ആ റെൻ ബാധിച്ച ആൾക്കാരുണ്ടായിരുന്നില്ല. സോ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ബാക്കിയുള്ളവരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. അങ്ങനെ ലിഫ്റ്റൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ആ ഒരു ബോസ് ആണെങ്കിൽ 2 സ്റ്റുഡൻസിൽ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇവരെ വേഗം തന്നെ ഹൈഡ് ചെയ്ത് നിർത്തുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ അങ്ങോട്ടേക്ക് ആ ഒരു FNT-B ബാധിച്ച് ലൈക്ക് അവിടെ റൺ ബാധിച്ചിട്ടുള്ള ആൾക്കാർ ഇവരെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്നുണ്ടല്ലോ. സോ ആ കൊല്ലാൻ വേണ്ടി വരുന്ന ആൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയാണ് ബോസ് ഇവരെ മാറ്റി ഹൈഡ് ചെയ്തിട്ട് ബോസും ഹൈഡായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത്. എന്നിട്ട് ഇവരുടെ ഈ 2 സ്റ്റുഡൻസിൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് ചെല്ലുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇവരോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു, കൊല്ലാൻ വേണ്ടി നടക്കണം, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ. ഇവരാണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയായിട്ടുള്ള ഉണ്ടല്ലോ, അവളുടെ ഫ്രണ്ട് ഉണ്ടല്ലോ. സോ ഇവളിങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് പുറത്ത് നല്ല രീതിയിൽ ആ ഒരു ഡോറ് ഇങ്ങനെ തുറക്കുന്നൊരു ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവളാണെങ്കിൽ ആ ഒരു ഡോർ തുറക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഡോർ തുറക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ കഥാനായികയായിട്ടുള്ള അങ്ങോട്ടേക്ക് വന്നിട്ട് തുറക്കരുത്, ഇത് നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്, നമുക്ക് ഇവിടുന്ന് എന്തായാലും രക്ഷപ്പെട്ടേ മതിയാവുന്ന എല്ലാ കാര്യങ്ങളും ഇവളെ കൺവിൻസ് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടാണെങ്കിൽ അവിടുത്തെ ഒരു റൂമിൽ വലിയൊരു വിൻഡോ വഴി അവർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണെങ്കിൽ ഇവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. എവിടുന്ന് അവരെ കൊല്ലാൻ വേണ്ടി വരും എന്നുള്ള കാര്യം അറിയില്ല. ഒരു സ്ഥലത്ത് ഇവർ ബാക്കിയുള്ളവരെ കൊല്ലാൻ വേണ്ടിയിട്ട് അന്വേഷിക്കുന്നു, മറു സ്ഥലത്താണെങ്കിൽ ഇവർ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്നൊരു സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ട് ഇവർ 2 പേരും ഒരുമിച്ച് കൂട്ടിമുട്ടുന്നുണ്ട്. സോ ഇവർ നല്ല രീതിയിൽ പെട്ടെന്ന് ഞെട്ടുന്നുണ്ട്, കൊല്ലാൻ വന്ന ആൾക്കാരാണെന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ ഇവർ ഒരുമിച്ച് കൂടുന്നുണ്ട്. ഇവർക്ക് മനസ്സിലായി, തങ്ങളെ പോലെ തന്നെ ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് ബോസ്, ഇവർക്ക് പരസ്പരം അറിയാമല്ലോ. സോ രക്ഷപ്പെട്ടെന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇവരാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് അവർ നമ്മളെ കൊല്ലാൻ വേണ്ടി ഇവരിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓരോ ഐഡിയാസും കാര്യങ്ങളും ആലോചിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ തീരുമാനിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ ഇനി ഇതിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, ഇവിടുന്ന് ആകെ രക്ഷപ്പെടാൻ പറ്റിയ ഒരേ ഒരു സ്ഥലം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അവിടെ സേഫ് ആയിട്ടുള്ള ഒരു കെട്ടിടത്തിലേക്ക് അവർക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഒറ്റൊരു രക്ഷ വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ക്രെയിൻസിൻ്റെ മേലെ കൂടെ മറികടന്നിട്ട് അപ്പുറത്തെ ഒരു കെട്ടിടത്തിലേക്ക് കയറുക എന്നുള്ളതാണ്. ഈ ഒരു കെട്ടിടത്തിൽ എവിടെ കയറി കഴിഞ്ഞാലും അവിടെയുള്ള എല്ലാവരും മരിക്കുന്നുള്ളൊരു ആ ഒരു ഉറപ്പ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് റെന്ന് ബാധിച്ചിട്ടുള്ള അദ്ദേഹം കൊല്ലാൻ വേണ്ടിയിട്ട് നടക്കണം, അവരങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ അപ്പോഴേക്കും നമ്മുടെ ബാക്കിയുള്ളവരൊക്കെ കൂടെ ആ ഒരു കെട്ടിടത്തിലേക്ക് കടക്കാൻ വേണ്ടി ക്രെയിനിൻ്റെ അങ്ങോട്ടേക്ക് കയറുന്നുണ്ട്. അങ്ങനെ നമ്മുടെ FNT-B ബാധിച്ചിട്ടുള്ള നമ്മുടെ കഥാനായകനായിട്ടുള്ള അവരെ നല്ല രീതിയിൽ അടിച്ചിടുന്നുണ്ടായിരുന്നു. എന്നിട്ടാണെങ്കിൽ ഇവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടായിരുന്നു. കാരണം ഇവനും ആ ഒരു ട്രെയിനിൻ്റെ അങ്ങോട്ടേക്ക് കയറണമല്ലോ. എങ്ങനെയൊക്കെയോ നമ്മുടെ ഒക്കെ ഇങ്ങനെ പിടിച്ച് കയറുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ ഗൂവും അതുപോലെ തന്നെ കയറുന്നുണ്ടായിരുന്നു, കഥാനായകനും കയറുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സമയത്ത് ആ ക്രെയിനിൻ്റെ ഒരു അഗ്രഭാഗം വന്നിട്ട് നമ്മുടെ കഥാനായകനെ തട്ടിയിടുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ ഞെട്ടി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവിടെ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ചാനലിൻ്റെ വീഡിയോൻ്റെ ഹൈപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഹൈപ്പ് കൊടുത്ത ചാനലും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ദിസ് ഈസ് അഭിനന്ദ് സൈനിങ് ഔട്ട്. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.